നമസ്കാരം. കാലിഫോർണിയയിലെ അർക്കേഡിയ നഗരസഭ മേയർ ഐലിൻ വാങ് എന്ന സുന്ദരി തൻ്റെ പ്രസന്നമായ മുഖവും സംസാര ശൈലിയും കൊണ്ട് ഏവരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു. അതുതന്നെയായിരുന്നു അവരെ നഗരത്തിൻ്റെ മേയർ പദവിയിലെത്തിച്ച ഒരു ഘടകവും. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു. തിങ്കളാഴ്ച US നീതിന്യായ വകുപ്പ് ഇവരെക്കുറിച്ച് പുറത്തുവിട്ട വിവരങ്ങൾ കേട്ട് അമേരിക്കൻ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രങ്ങളും പ്രാദേശിക ഭരണകൂടവും ഒരുപോലെ ഞെട്ടി. ഐലിൻ വാങ് ഒരു ചൈനീസ് ഏജന്റ് ആയിരുന്നുവെന്നതായിരുന്നു ആ വിവരം. അമേരിക്കയുടെ നയരൂപീകരണങ്ങളിൽ സ്വാധീനം ചെലുത്താനും തദ്ദേശ ഭരണകൂടങ്ങളിൽ ചൈനയ്ക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിപ്പിക്കാനും അവർ അശ്രാന്തം പരിശ്രമിച്ചു. ചൈനയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അമേരിക്കയിൽ പ്രചരണം നടത്തിയെന്നതാണ് ഐലിനെതിരെയുള്ള പ്രധാന കണ്ടെത്തൽ. ചൈനയ്ക്ക് വേണ്ടി രാപ്പകൽ ജോലി ചെയ്യുകയായിരുന്നു ഈ ചാരസുന്ദരി. 2022 ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിനിധിയായി സിറ്റി കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഐലിൻ അർക്കേഡിയയിലെ പ്രമുഖ രാഷ്ട്രീയ മുഖമായിരുന്നു. എന്നാൽ പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ ഇവർ ചൈനയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി രഹസ്യമായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് FBI കണ്ടെത്തിയിരിക്കുന്നത്. 2020 മുതൽ 2022 വരെയുള്ള കാലയളവിൽ ചൈനീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. വിദേശ ഏജന്റായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നിയമപരമായ രജിസ്ട്രേഷനുകൾ ഇവർ ബോധപൂർവം ഒഴിവാക്കിയിരുന്നു. അമേരിക്കൻ നിയമപ്രകാരം ഒരു വിദേശ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നിർബന്ധമായും സർക്കാരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എന്നാൽ ഐലിൻ ഇത് ചെയ്തിരുന്നില്ല. സംഭവത്തെ തുടർന്ന് ഐലിൻ വാങ് അർക്കേഡിയ മേയർ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്. ചൈനയ്ക്ക് വേണ്ടി നിയമവിരുദ്ധമായി വിദേശ ഏജന്റായി പ്രവർത്തിച്ചുവെന്നും അമേരിക്കയ്ക്കുള്ളിൽ ബീജിംഗ് അനുകൂല പ്രചാരണങ്ങൾ നടത്താൻ സഹായിച്ചുവെന്നുമുള്ള കുറ്റങ്ങൾ ഐലിൻ സമ്മതിച്ചു കഴിഞ്ഞു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വർഷങ്ങളോളം ഐലിൻ ചൈനീസ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചിരുന്നതായി ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി രഹസ്യമായി ഏകോപനം നടത്തിക്കൊണ്ട് ബീജിംഗിന് അനുകൂലമായ പ്രചാരണങ്ങൾ നടത്താൻ അവർ ഒരു ചൈനീസ് വെബ്സൈറ്റ് ഉപയോഗിച്ചതായും അധികൃതർ പറയുന്നു. ചൈനീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം അവർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നുവെന്നതാണ് പ്രധാന ആരോപണം. 2020 മുതൽ 2022 വരെ ഐലിൻ തൻ്റെ അന്നത്തെ പ്രതിശ്രുത വരനായ യാവോ നിങ് മൈക്ക് സണ്ണിനൊപ്പം ചേർന്ന് ചൈനീസ് ഗവൺമെൻറ്റിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിനും നിയന്ത്രണത്തിനും കീഴിൽ പ്രവർത്തിച്ചിരുന്നുവെന്നും ഫെഡറൽ അധികൃതർ പറയുന്നു. ഇരുവരും ചേർന്ന് US ന്യൂസ് സെൻറ്റർ എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് നടത്തിയിരുന്നു. ഇത് ഒരു ആധികാരിക ചൈനീസ് അമേരിക്കൻ വാർത്താ മാധ്യമമായി അവതരിപ്പിച്ചുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുകയായിരുന്നു ഇവർ. ഐലിൻ്റെ പ്രതിശ്രുതവരനായ സൺ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ നിയമവിരുദ്ധ ഏജന്റായി പ്രവർത്തിച്ചുവെന്ന് 2025 തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. ഇയാളിപ്പോൾ 4 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. തീർന്നില്ല, ഐലിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചിത്രങ്ങൾ പോലും ഈ ഒരു ഘട്ടത്തിൽ ചോദ്യമുനയിലാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ചെലുത്താൻ ഇവർ ഉപയോഗിച്ചിരുന്നത് എഡിറ്റ് ചെയ്ത ചിത്രങ്ങളായിരുന്നു. അതാകട്ടെ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളതായിരുന്നു. സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ കണ്ട് പരിചയിച്ച വോട്ടർമാർക്കും അനുയായികൾക്കും ഒരുപോലെ അമ്പരപ്പുണ്ടാക്കുന്നതാണ് പുതിയ കാഴ്ചകൾ. കോടതി രേഖകൾ പ്രകാരം എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് ആപ്പായ WeChatലൂടെ ചൈനീസ് ഉദ്യോഗസ്ഥർ ഐലിന് ലേഖനങ്ങളും നിർദ്ദേശങ്ങളും അയച്ചു നൽകിയിരുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കാനായിരുന്നു നിർദ്ദേശങ്ങൾ. ചൈനയിലെ സിൻജിയാങ് മേഖലയിൽ നടക്കുന്ന വംശഹത്യയെയും നിർബന്ധിത തൊഴിലിനെയും കുറിച്ചുള്ള ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു ഇതിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത്. 2021 ജൂൺ 10 ഒരു ചൈനീസ് സർക്കാർ ഉദ്യോഗസ്ഥൻ സിൻജിയാങ് വിഷയത്തിൽ ചൈനയുടെ നിലപാടെന്ന തലക്കെട്ടിലുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ലേഖനം ഐലിന് അയച്ചു കൊടുത്തിരുന്നു. സിൻജിയാങ്ങിൽ വംശഹത്യ നടക്കുന്നില്ല, ഒരു ഉൽപ്പാദന പ്രവർത്തനങ്ങളിലും നിർബന്ധിത തൊഴിൽ നടക്കുന്നില്ല. ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ചൈനയെ അപകീർത്തിപ്പെടുത്താനും സിൻജിയാങ്ങിൻ്റെ സുരക്ഷയും സ്ഥിരതയും തകർക്കാനുമാണ് തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ വിവരങ്ങൾ തൻ്റെ വെബ്സൈറ്റിൽ ഐലിൻ പ്രസിദ്ധീകരിച്ചതായി കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൻ്റെ അനലിറ്റിക്സും വായനക്കാരുടെ പ്രതികരണങ്ങളുമെല്ലാം തന്നെ ഇവർ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഒരു ലേഖനത്തിന് 15,000-ലധികം വായനക്കാർ ലഭിച്ചുവെന്ന് കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഇവർ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തിരുന്നു. ഉദ്യോഗസ്ഥർ അതിന് കൊള്ളാമെന്ന മറുപടി നൽകിയപ്പോൾ നന്ദി നേതാവ് എന്ന മറുപടിയായിരുന്നു ഐലിൻ തിരിച്ചു നൽകിയത്. തൻ്റെ വെബ്സൈറ്റിൽ വരുന്ന ഉള്ളടക്കം ചൈനീസ് ഗവൺമെൻറ്റാണ് നിയന്ത്രിക്കുന്നതെന്ന കാര്യം ഇവർ ഒരിടത്തും വെളിപ്പെടുത്തിയിരുന്നില്ല. 2021 നവംബറിൽ ചൈനയുടെ രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധമുള്ള വാങ് ജോൺ ചെൻ എന്ന വ്യക്തിയുമായി ഇവർ ആശയവിനിമയം നടത്തിയിരുന്നു. ഇയാൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതതല പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 2024 തൻ്റെ പ്രതിശ്രുതവരനായ സണ്ണിനെതിരെ കുറ്റം ചുമത്തിയപ്പോൾ ഐലിൻ അയാളിൽ നിന്ന് അകലം പാലിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഞങ്ങൾ വിവാഹ നിശ്ചയബന്ധം വേർപെടുത്തി, ഇപ്പോൾ സൗഹൃദം മാത്രമാണുള്ളത് എന്നായിരുന്നു അന്ന് അവരുടെ നിലപാട്. ജനരോഷം വർദ്ധിച്ചിട്ടും അന്ന് അവർ രാജിവെക്കാൻ വിസമ്മതിച്ചു. മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്ക് താൻ ഉത്തരവാദിയല്ല എന്നതായിരുന്നു അതിന് കാരണമായി അവർ പറഞ്ഞിരുന്നത്. എന്നാൽ തിങ്കളാഴ്ചത്തെ കുറ്റസമ്മതത്തോടെ കാര്യങ്ങളാകെ മാറി മറിഞ്ഞു. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ചൈനീസ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് താൻ പ്രവർത്തിച്ചിരുന്നതെന്നും അവർ മൊഴി നൽകി. ഒരു വിദേശ ഗവൺമെൻറ്റിൻ്റെ ഏജന്റായിട്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന വിവരം US അറ്റോർണി ജനറലിനെ അറിയിച്ചിരുന്നില്ലെന്നും അവർ സമ്മതിച്ചു. ഒരുപക്ഷെ ഈ ഒരു സംഭവം വരും ദിവസങ്ങളിൽ US ചൈന ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഐലിൻ്റെ ശിക്ഷാവിധി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കോടതി പുറത്തുവിടുമെന്നുമാണ് വിവരം.